ഹജ്ജിനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് 12ാം ദിവസം. പോൺടൂൺ ബ്രിഡ്ജുകൾ എത്തിക്കും. സഹായത്തിന് മത്സ്യത്തൊഴിലാളികളും. കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായി തെരച്ചിൽ ഊർജിതമാക്കാൻ പ്രതിരോധ മന്ത്രിക്കും കർണാടക മുഖ്യമന്ത്രിക്കും കത്തയച്ച് പിണറായി വിജയൻ. നേവിയിൽ നിന്ന് കൂടുതൽ സഹായം ആവശ്യപ്പെടണം. നാവികസേനയിൽ നിന്ന് കൂടുതൽ വിദഗ്ധരെ അനുവദിക്കണമെന്നും കത്തിൽ. സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ. മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് മാലിന്യമുക്ത പരിപാടി ജനകീയ ക്യാമ്പയിനായി ഏറ്റെടുക്കും. തോട് വൃത്തിയാക്കുന്നത് സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. ജോലികൾക്ക് തുടർച്ച വേണം. മാലിന്യം നീക്കുന്ന നടപടികൾ വ്യക്തമാക്കണം. വിഷയത്തിൽ സർക്കാർ രേഖാമൂലം ഉറപ്പു നൽകണമെന്നും കോടതി. നീതി ആയോഗ് യോഗം ഇന്ന്. യോഗം ചേരുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും പങ്കെടുക്കുമെന്ന് റിപ്പോർട്ട്. ആദിവാസി ദളിത് വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട വിദ്യാഭ്യാസ ഗ്രാന്റുകൾ നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും. മാർച്ച് സംഘടിപ്പിക്കുന്നത് ഈ ഗ്രാന്റ്സ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ. കൊച്ചി MG റോഡിൽ സിനിമാ ചിത്രീകരണത്തിനിടെ കാർ മറിഞ്ഞ അപകടം. ബ്രൊമാൻസ് എന്ന സിനിമയുടെ ചേസിംഗ് ഷൂട്ട് ചെയ്യുന്നതിനിടയിലാണ് അപകടം. നടന്മാരായ അർജുൻ അശോകൻ, സംഗീത് പ്രതാപ് എന്നിവർക്ക് പരിക്കേറ്റു. ബാണാസുര സാഗർ ജലസംഭരണിയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഡാമിലെ അധിക ജലം താഴേക്ക് ഒഴുക്കിവിടുന്നതിനുള്ള പ്രാരംഭ നടപടികളുടെ ഭാഗമായാണ് ആദ്യഘട്ട മുന്നറിയിപ്പായ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചത്. തീരപ്രദേശത്തെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. മലപ്പുറത്ത് നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട 2 പരിശോധനാ ഫലങ്ങളും നെഗറ്റീവ് എന്ന് മന്ത്രി വീണ ജോർജ്. ആകെ 68 സാമ്പിളുകൾ ഇതുവരെ നെഗറ്റീവായി. പുതുതായി ആരും സമ്പർക്ക പട്ടികയിലില്ല. പ്രോട്ടോകോളിന്റെ ഭാഗമായുള്ള ക്വാറന്റൈൻ ലംഘിച്ചതിന് നഴ്സിനെതിരെ കേസെടുത്തെന്നും വീണ ജോർജ്. കോതമംഗലത്ത് 3 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചത് 2 ബാങ്ക് ജീവനക്കാർക്കും നാട്ടുകാരിക്കും. നേരിട്ട് സമ്പർക്കമുണ്ടായ 8 പേർ നിരീക്ഷണത്തിൽ. പതിനാറാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് തുടക്കം. 54 രാജ്യങ്ങളിൽ നിന്നും 335 സിനിമകൾ മേളയുടെ ഭാഗമാകും. 6 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ പലസ്തീൻ ഐക്യദാർഢ്യം അർപ്പിച്ച് 4 സിനിമകൾ പ്രദർശിപ്പിക്കും. തുറന്ന സംവാദത്തിന്റെ വേദിയാണ് മേളകളെന്ന് മന്ത്രി MP രാജേഷ്. രാജ്യത്ത് ആദ്യമായി കൊച്ചിയിൽ ഒളിമ്പിക്സ് മാതൃകയിൽ സ്കൂൾ കായികമേള. കായികമേളയിൽ 20,000-ലധികം പ്രതിഭകൾ 41 ഇനങ്ങളിലായി മത്സരിക്കും. കലൂർ രാജ്യാന്തര സ്റ്റേഡിയം സ്കൂൾ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന വേദിയാകും. സ്കൂൾ ഒളിമ്പിക്സ് നവംബർ 4 മുതൽ 11 വരെ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരം മലബാർ റിവർ ഫെസ്റ്റിവലിന് കോഴിക്കോട് തുടക്കം. 8 രാജ്യങ്ങളിലെ 13 അന്താരാഷ്ട്ര കയാക്കർമാരാണ് ഇത്തവണ തുഴയെറിയുന്നത്. 1.5 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലിന്റെ ഔപചാരിക ഉദ്ഘാടനം ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ IAS ഫ്ളാഗ് ഓഫ് ചെയ്തു. ധാതുസമ്പത്തിന് നികുതി ഈടാക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കുണ്ടെന്ന സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്ത് മന്ത്രി P രാജീവ്. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ സംബന്ധിച്ച് കോടതിയിലുള്ള മറ്റ് കേസുകളിലും സമാനമായ വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷ. മറ്റ് ഹർജികൾക്കും വിധി ഊർജം പകരുമെന്നും വ്യവസായ മന്ത്രി. MG രാജമാണിക്യം IASന്റെ ആദ്യ പുസ്തകം അൻപോട് രാജമാണിക്യം പ്രകാശനം ചെയ്ത മമ്മൂട്ടി. രാജമാണിക്യത്തിന്റെ അമ്മ പഞ്ചവർണ്ണം മമ്മൂട്ടിയിൽ നിന്ന് പുസ്തകം ഏറ്റുവാങ്ങി. തന്നെ രാജമാണിക്യമാക്കി മാറ്റിയ ആളുകളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നതാണ് പുസ്തകമെന്ന് രാജമാണിക്യം IAS.
വിവാദങ്ങൾക്ക് പിന്നാലെ ലോക്സഭയിൽ യുക്തിചിന്ത പ്രോത്സാഹന ബിൽ അവതരിപ്പിച്ച് ബെന്നി ബെഹനാൻ. അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമനിർമ്മാണം നടത്തണമെന്നും യുക്തിചിന്ത പ്രോത്സാഹിപ്പിക്കണമെന്നും ബില്ലിൽ. നീറ്റ് UG പ്രവേശന പരീക്ഷയുടെ പുതുക്കിയ പട്ടിക പ്രസിദ്ധീകരിച്ചു. പുതിയ പട്ടിക പ്രകാരം 1ാം റാങ്ക് ലഭിച്ചത് 17 പേർക്ക്. 1ാം റാങ്ക് ലഭിച്ചവരിൽ ശ്രീനന്ദ് ശർമ്മൽ എന്ന മലയാളിയും. പുതുക്കിയ ഫലം പ്രസിദ്ധീകരിച്ചത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം. സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കാൻ നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ്. പാഠപുസ്തകങ്ങൾ 2 ഭാഗങ്ങളായി അച്ചടിക്കും. പാഠ്യപദ്ധതി പരിഷ്കരണം നടത്തും. ധാരാളം കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് കത്തയച്ചതിനെ തുടർന്നാണ് നടപടിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കാർഷിക സർവകലാശാല VCA നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിക്ക് സ്റ്റേ. ഗവർണർ നിയോഗിച്ച സെർച്ച് കമ്മിറ്റിയുടെ നടപടികൾ തടഞ്ഞു ഹൈക്കോടതി. ഇതോടെ ഗവർണർ നിയോഗിച്ച 5 സർവകലാശാലകളിലെ സെർച്ച് കമ്മിറ്റികൾക്ക് സ്റ്റേ നിലവിൽ വന്നു. ഹർജിയിൽ ചാൻസലറോട് വിശദീകരണം തേടി ഹൈക്കോടതി. മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. മാധ്യമങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും പണം നൽകിയെന്ന് റിപ്പോർട്ടുണ്ടായിട്ടും അന്വേഷണം ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിക്കെതിരെ മാത്രമെന്നും സർക്കാർ. CMRL എക്സാലോജിക് ഇടപാട് 2 കമ്പനികൾ തമ്മിലുള്ള സ്വകാര്യ ഇടപാടെന്നും സർക്കാർ ഹൈക്കോടതിയിൽ. KPCC യോഗത്തിലെ വിമർശനത്തിൽ പരാതിയില്ലെന്ന് VD സതീശൻ. വിമർശനം ഉയർത്താനാണ് യോഗം. താൻ വിമർശനത്തിന് അതീതനല്ലെന്നും VD സതീശൻ. യോഗ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. തെറ്റുണ്ടെങ്കിൽ തിരുത്തും. യോഗത്തിലേക്ക് വിളിക്കാത്തതിന് പരാതിയില്ല. പാർട്ടിയാണ് വലുതെന്നും VD സതീശൻ. ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടി ചോദ്യം ചെയ്തുള്ള കേരളത്തിന്റെയും ബംഗാളിന്റെയും ഹർജികളിൽ സുപ്രീം കോടതി നോട്ടീസ്. കേരളത്തിന്റെ ഹർജിയിൽ രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും സെക്രട്ടറിമാർക്കാണ് നോട്ടീസ്. 3 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശം. പാരീസ് ഒളിമ്പിക്സിന് കൊടിയേറ്റം. സെൻ നദിയിൽ ചരിത്ര മാർച്ച് പാസ്റ്റുമായി അത്ലീറ്റുകൾ. കണ്ണഞ്ചിപ്പിക്കുന്ന കലാവിരുന്നൊരുക്കി പാരീസ്. മൈതാനത്തിന് പുറത്തെ ഉദ്ഘാടനം ചരിത്രത്തിലാദ്യം. ഒളിമ്പിക്സിൽ ഇന്ന് ഇന്ത്യയ്ക്ക് നിർണായക ദിനം. ബാഡ്മിന്റണിൽ PV സിന്ധുവും പ്രണോയും ലക്ഷ്യ സെന്നും അടക്കം ഇന്ത്യൻ സംഘമിറങ്ങും. ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലൻഡിനെതിരെ. ഷൂട്ടിംഗിലും ടെന്നീസിലും ഇന്ത്യൻ താരങ്ങൾക്ക് ഇന്ന് മത്സരം. ഇന്ത്യൻ അത്ലീറ്റുകൾക്ക് ആശംസ അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഓരോ കായിക താരങ്ങളും രാജ്യത്തിന് അഭിമാനമാണ്. അസാധാരണമായ പ്രകടനങ്ങളിലൂടെ താരങ്ങൾ രാജ്യത്തിന് പ്രചോദനമാകട്ടെ എന്നും പ്രധാനമന്ത്രി. വനിതാ ഏഷ്യാ കപ്പിൽ ഇന്ത്യ ശ്രീലങ്ക ഫൈനൽ. സെമിയിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ തകർത്തത് 10 വിക്കറ്റിന്. പാകിസ്ഥാനെ അവസാന ഓവറിൽ മറികടന്ന് ശ്രീലങ്ക. ഫൈനൽ പോരാട്ടം നാളെ. ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ ടീമിനെ നയിക്കാൻ സൂര്യകുമാർ യാദവ്. അവസരം കാത്ത് സഞ്ജു സാംസൺ. മത്സരം വൈകിട്ട് 7-ന്. വെസ്റ്റ് ഇൻഡീസിനെതിരായ 3ാം ടെസ്റ്റിൽ ലീഡിനായി ഇംഗ്ലണ്ട് ഇന്നിറങ്ങും. 282 റൺസ് പിന്തുടരുന്ന ഇംഗ്ലണ്ട് 3-ന് 38 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് തുടങ്ങും. ഒലി പോപ്പും ജോ റൂട്ടും ക്രീസിൽ. മത്സരം വൈകിട്ട് 3:30 മുതൽ. ഡിഫൻഡർ പ്രീതം കോട്ടലിനെ വിൽക്കാനൊരുങ്ങി ISL ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സ്. കഴിഞ്ഞ സീസണിലാണ് ബ്ലാസ്റ്റേഴ്സ് താരത്തെ ടീമിലെത്തിച്ചത്. സീസണിലെ മോശം പ്രകടനമാണ് താരത്തിന് തിരിച്ചടിയായത്. കോട്ടലിനെ സ്വന്തമാക്കാൻ മോഹൻ ബഗാൻ രംഗത്ത്. സൗത്ത് സോൺ സബ് ജൂനിയർ ഹോക്കി ടൂർണമെന്റിൽ കേരളം ചാമ്പ്യന്മാർ. ഫൈനലിൽ തമിഴ്നാടിന് എതിരില്ലാത്ത 7 ഗോളിന് തകർത്തു. കേരളത്തിന്റെ സ്വർണ്ണ നേട്ടം ചരിത്രത്തിലാദ്യം. വനിതാ ടീമിന് വെങ്കലം. ഡ്യൂറാന്റ് കപ്പിന് ഒരുങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ്. ഓഗസ്റ്റ് 1-ന് ആദ്യ മത്സരം മുംബൈ സിറ്റിക്കെതിരെ. തായ്ലൻഡിലെ പരിശീലനം പൂർത്തിയാക്കി ടീം ഉടൻ കൊൽക്കത്തയിലെത്തും.
ഇഷ്ട ക്യാപ്റ്റനെ പ്രഖ്യാപിച്ച് ജസ്പ്രീത് ബുംറ. രോഹിതോ കോഹ്ലിയോ ധോണിയോ അല്ല, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നായകൻ താൻ തന്നെയെന്ന് ഇന്ത്യൻ പേസർ. സഹതാരങ്ങളോട് ഏറ്റവും പരിഗണന നൽകുന്ന ക്യാപ്റ്റൻ രോഹിത് എന്നും കോഹ്ലി ഇന്നും ടീമിലെ ലീഡറെന്നും ബുംറ. മുംബൈയിൽ മഴക്കെടുതിയിൽ 6 മരണം, 12 പേർക്ക് പരിക്ക്. 3000 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. ഇന്നും നാളെയും യെല്ലോ അലർട്ട്. വരും ദിവസങ്ങളിലും മഴ തുടരും. താഴ്ന്ന പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. ഗുജറാത്തിൽ ഇതുവരെ 37 ചാന്ദിപുര വൈറസ് കേസുകൾ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി. ഋഷികേശ് പട്ടേൽ റിപ്പോർട്ട് ചെയ്തത് 133 കേസുകളെങ്കിലും ബാക്കി കേസുകളിൽ ചാന്ദിപുര വൈറസ് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. രോഗം പടരാതിരിക്കാൻ എല്ലാ മുൻകരുതലുകളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് വൈറസ് ബാധിച്ച് ഇതുവരെ മരിച്ചത് 10 പേർ. കൻവാർ യാത്രയിൽ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി UP സർക്കാർ. നിയന്ത്രണം ഏർപ്പെടുത്തിയത് സസ്യേതര ഭക്ഷണത്തിന് മാത്രമെന്ന് സർക്കാർ. സമാധാനപരവും ചിട്ടയായതുമായ തീർത്ഥാടനം ഉറപ്പാക്കാനാണ് നിർദ്ദേശമെന്ന് സത്യവാങ്മൂലത്തിൽ. കൻവാർ യാത്രാപാതയിലെ കടകളിൽ പേര് പ്രദർശിപ്പിക്കണമെന്ന ഉത്തരവിനുള്ള സ്റ്റേ തുടരും. ഷിൻകുൻല തുരങ്ക പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതി ഉദ്ഘാടനം കാർഗിൽ വിജയ് ദിവസിന്റെ 25ാം വാർഷിക ദിനത്തിൽ. 1681 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇരട്ട തുരങ്കം. 4.1 കിലോമീറ്റർ നീളമുള്ള തുരങ്കം നിർമ്മിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 15,800 അടി ഉയരത്തിൽ. ഇംഗ്ലണ്ടിലെ പോലെ ടാക്സ് അടച്ച ഇന്ത്യക്കാർ സൊമാലിയയിലെ പോലെ സേവനങ്ങൾ സ്വീകരിക്കുന്നെന്ന് ആം ആദ്മി MP രാഘവ് ചദ്ദ. MPയുടെ പ്രസ്താവന കേന്ദ്ര ബജറ്റിനെ വിമർശിച്ച്. കഴിഞ്ഞ 10 വർഷമായി സർക്കാർ ജനങ്ങളുടെ വരുമാനത്തിന്റെ 80% നികുതിയായി പിരിച്ചെടുക്കുകയാണെന്നും രാഘവ് ചദ്ദ. മഹുവയുടെ ഹർജിയിൽ പോലീസിന് നോട്ടീസ് അയച്ചു ഹൈക്കോടതി. തനിക്കെതിരെ വനിതാ കമ്മീഷൻ നൽകിയ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കണമെന്ന ആവശ്യം. വനിതാ കമ്മീഷൻ കേസെടുത്ത് ദേശീയ വനിതാ കമ്മീഷൻ മേധാവി രേഖാ ശർമ്മയ്ക്കെതിരെ നടത്തിയ അപകീർത്തി പരാമർശത്തിൽ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുക നവംബർ 6-ന്. ദളിതർക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നെന്ന് സമ്മതിച്ച് കേന്ദ്ര സഹമന്ത്രി രാംദാസ് അത്താവലെ. അതിക്രമത്തിൽ മുന്നിൽ ഉത്തർപ്രദേശ്. ദളിതാക്രമങ്ങൾ രാജസ്ഥാനിലും മധ്യപ്രദേശിലും റെക്കോർഡ് നിലയിൽ വർദ്ധിക്കുന്നെന്നും മന്ത്രി രാജ്യസഭയിൽ. SC/ST അട്രോസിറ്റീസ് ആക്ട് കർശനമായി നടപ്പാക്കണം. ഇത്തരം അക്രമങ്ങളിലും പരാതികളിലും നീതി നിർവഹണം കുറ്റമറ്റതാക്കാൻ പോലീസിന് പ്രത്യേക ക്ലാസുകൾ നൽകുമെന്നും കേന്ദ്രമന്ത്രി. മുംബൈയിലെ കനത്ത മഴയിൽ മുങ്ങി അംബർനാഥ് ക്ഷേത്രം. വെള്ളം കയറിയത് 1000 വർഷത്തോളം പഴക്കമുള്ള പുരാതന ശിവക്ഷേത്രത്തിൽ. വെള്ളം കയറിയതോടെ ക്ഷേത്ര ദർശനം താൽക്കാലികമായി നിർത്തിവെച്ചു. ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ വെള്ളം കയറിയത് വാൽദുനി നദി കരകവിഞ്ഞൊഴുകിയതോടെ. ഡൽഹി ദ്വാരകയിൽ തോക്കു ചൂണ്ടി ബലാത്സംഗം. കെട്ടിടത്തിൽ നിന്ന് തള്ളിയിട്ടെന്നും ആരോപണം. ഇരയായ 16-കാരിയുടെ മൊഴി രേഖപ്പെടുത്തി ഡൽഹി പോലീസ്. അക്രമം നടത്തിയത് സുഹൃത്തായ അയൽവാസി എന്ന പെൺകുട്ടി. വീഴ്ചയിൽ കാലിന് പരിക്കേറ്റ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിൽ. മുംബൈ സ്പായിലെ കൊലപാതകം. വഴിത്തിരിവായി കൊല ചെയ്യപ്പെട്ടയാളുടെ കാലിലെ പച്ച കുത്തിയ പേരുകൾ. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ഗുരു വാഗ്മർ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ബുധനാഴ്ച. പോസ്റ്റ്മോർട്ടത്തിനിടെ ഇയാളുടെ കാലിൽ പച്ച കുത്തിയ പേരുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 3 പേരെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ്. കൊലപാതകത്തിൽ വാഗ്മറിന്റെ പെൺസുഹൃത്തിന് പങ്കുണ്ടോ എന്ന് അന്വേഷിച്ചും പോലീസ്. തലയ്ക്ക് പാരിതോഷികം $15 മില്യൺ. കുപ്രസിദ്ധ മെക്സിക്കൻ മയക്കുമരുന്ന് പിടികിട്ടാപ്പുള്ളി ഇസ്മയേൽ മായോ സമ്പാഡ അറസ്റ്റിൽ. മായോ അറസ്റ്റിലായത് ടെക്സസിലെ എൽ പസോയിൽ വെച്ച്. മായോ സിനലോവ കാർട്ടൽ എന്ന അധോലോക സംഘത്തിന്റെ സ്ഥാപകരിൽ ഒരാൾ.
മീൻപിടുത്ത ബോട്ടിലേക്ക് തിമിംഗലം ചാടിക്കയറി ബോട്ട് തകർന്നു. വൈറലായി വീഡിയോ. യുഎസിലെ ന്യൂ ഹാംഷെയർ തീരത്തെ സ്റ്റേറ്റ് പാർക്കിന് സമീപമാണ് സംഭവം. ബോട്ടിലുണ്ടായിരുന്നവർ സുരക്ഷിതരെന്ന് യുഎസ് കോസ്റ്റ് ഗാർഡ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഒരു ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി. നാസയുമായി ചേർന്നുള്ള ഇസ്രോയുടെ ദൗത്യം സജീവമെന്ന് പ്രഖ്യാപിച്ചു കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ദൗത്യത്തിലേക്കായി ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് തെരഞ്ഞെടുത്ത 4 പൈലറ്റുമാർ പരിശീലനത്തിനെന്നും മന്ത്രി. ദൗത്യം പദ്ധതിയിടുന്നത് 3 അംഗ സംഘത്തെ എത്തിക്കാൻ. ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും മടക്കത്തിൽ വീണ്ടും അനിശ്ചിതത്വം. മടങ്ങിവരവിനുള്ള അന്തിമ തീരുമാനം ഓഗസ്റ്റ് ആദ്യവാരത്തോടെ. മടക്കം വൈകുന്നത് സ്റ്റാർ ലൈനർ പേടകത്തിലെ ത്രസ്റ്ററുകളിലെ തകരാറും ഹീലിയം ചോർച്ചയും. ഇരുവരെയും തിരികെ കൊണ്ടുവരാനാകുമെന്ന് സ്റ്റാർ ലൈനർ വൈസ് പ്രസിഡന്റ് മാർക്ക് നാപ്പി. ടാറ്റ കർവ് SUV കൂപ്പെ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത് 4 എഞ്ചിൻ ഓപ്ഷനുകൾ. SUV കൂപ്പെ എത്തുന്നത് 1.2 ലിറ്റർ ടർബോ പെട്രോൾ, 1.2 ലിറ്റർ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ, 1.5 ലിറ്റർ ഡീസൽ, ഇലക്ട്രിക് എന്നിങ്ങനെ 4 ഓപ്ഷനുകളിൽ. കർവ് EVക്ക് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഫുൾ ചാർജിൽ 450 മുതൽ 500 കിലോമീറ്റർ വരെ മൈലേജ്. ജിംനിക്ക് 3.30 ലക്ഷം വരെ വില കുറച്ച് മാരുതി സുസുക്കി നൽകുന്നത്. 1.80 ലക്ഷം രൂപ വരെയുള്ള ക്യാഷ് ഡിസ്കൗണ്ടും 1.50 ലക്ഷം രൂപ വരെ അധിക കിഴിവും. 12.74 ലക്ഷം മുതൽ 14.79 ലക്ഷം രൂപ വരെയാണ് ജിംനിയുടെ എക്സ് ഷോറൂം വില. സെപ്റ്റംബറോടെ CNG മോഡൽ പുറത്തിറക്കാനൊരുങ്ങി ടാറ്റ നെക്സോൺ. ടാറ്റ അവതരിപ്പിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ടർബോ പെട്രോൾ CNG പവർ ട്രെയിൻ വെഹിക്കിൾ. നെക്സോൺ CNGയിൽ 1.2 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനോട് കൂടിയ ഇരട്ട CNG സിലിണ്ടർ സാങ്കേതിക വിദ്യ. CNG പതിപ്പിന് 60,000 മുതൽ 80,000 രൂപ വരെ വില കൂടുമെന്നും റിപ്പോർട്ട്. സാങ്കേതിക തകരാറിനെ തുടർന്ന് 4 ലക്ഷം സ്കൂട്ടറുകൾ തിരിച്ചുവിളിച്ച് സുസുക്കി. തിരിച്ചുവിളിച്ചത് 2,63,788 യൂണിറ്റ് ആക്സസ്, 72,025 യൂണിറ്റ് ബർഗ്മാൻ, 52,578 യൂണിറ്റ് അവനിസ് എന്നിവ. പ്രശ്നങ്ങൾ കണ്ടെത്തിയത് ഇഗ്നിഷൻ കോയിലുമായി ബന്ധിപ്പിച്ച ഹൈ ടെൻഷൻ കോർഡിൽ. മെച്ചപ്പെട്ട രൂപകൽപ്പനയും പുത്തൻ സവിശേഷതകളും. ഇന്ത്യയിൽ വീണ്ടും അവതരിപ്പിച്ച ഹീറോ എക്സ്ട്രീം 160R4V. പുത്തൻ ഹീറോ ഉപഭോക്താക്കളിൽ എത്തുന്നത് 1,38,500 രൂപ എക്സ് ഷോറൂം വിലയിൽ. വണ്ടി എത്തുന്നത് പവർ ട്രെയിനുകളിൽ മാറ്റം വരുത്താതെ. എക്സ്ട്രീമിന് കരുത്തു പകരുന്നത് 5 ഗിയർ ബോക്സിൽ ജോഡിയാക്കിയ 163.2cc എയർ കൂൾഡ് എഞ്ചിൻ. ബജാജ് CNG ബൈക്ക് ബുക്കിംഗിന് വൻ കുതിപ്പ്. ഇതുവരെ ബൈക്ക് ബുക്ക് ചെയ്തത് 36,000 പേർ. ലോകത്തെ ആദ്യ CNG ബൈക്ക് എത്തുന്നത് 3 വേരിയന്റുകളിൽ. എൻട്രി ലെവൽ ഡ്രം വേരിയന്റിന് 95,000 രൂപയും മിഡ് വേരിയന്റായ ഡ്രം LED-ക്ക് 1,05,000 രൂപയും ടോപ്പ് എൻഡ് ഡിസ്ക് LED വേരിയന്റിന് 1,10,000 രൂപയും എക്സ് ഷോറൂം വില. ഓഹരി വിപണിയിൽ റെക്കോർഡ് ഉയരത്തിലെത്തി LIC. ഇന്നലെ LIC ഓഹരി വിപണിയുടെ വ്യാപാരം അവസാനിച്ചത് 1,190 രൂപയിൽ. ഇതോടെ LICയുടെ വിപണി മൂല്യം 7.34 ലക്ഷം കോടി രൂപയിലെത്തി. വിപണി മൂല്യം ഉയർന്നതോടെ സെൻസെക്സിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ ഇന്ത്യയിലെ 8ാമത്തെ വലിയ കമ്പനിയായി LIC. കേന്ദ്ര ബജറ്റിന് ശേഷം ഇന്ത്യയിലെ നിക്ഷേപങ്ങൾ വലിയ തോതിൽ വിറ്റഴിച്ച് വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ. വിറ്റഴിക്കുന്നത് ഡെറിവേറ്റീവ് ട്രേഡുകളിലും ഇക്വിറ്റി നിക്ഷേപങ്ങളിൽ നിന്നുള്ള മൂലധന നേട്ടത്തിലും സർക്കാർ നികുതി ഉയർത്തിയതോടെ ബജറ്റിന് ശേഷം പോർട്ട്ഫോളിയോ നിക്ഷേപകർ 3 ദിവസം കൊണ്ട് പിൻവലിച്ചത് 10,710 കോടി രൂപ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പരിഹാരമാകാതെ കൂലിക്കണക്ക്. തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കെടുത്ത വാഹനങ്ങളുടെ വാടകയും ആളുകൾക്കുള്ള വേതനവും കൊടുത്തു തീർത്തിട്ടില്ല. പരാതി ലഭിച്ചിട്ടും നടപടിയെടുക്കാതെ എറണാകുളം കളക്ടറേറ്റ്. നവീകരണത്തിനിടെ
തോപ്പുംപടി രാമേശ്വരം കനാലിന് കുറുകെയുള്ള പാലം തകർന്നു. കനാലിലേക്ക് പതിച്ചത് മധ്യഭാഗം തകർന്ന്. 30 വർഷം മുൻപ് പാലം നിർമ്മിച്ചതെന്ന് നഗരസഭയുടെ അനുമതിയില്ലാതെയെന്ന് ആക്ഷേപം. കോട്ടയം കറുകച്ചാലിൽ പോക്സോ കേസിൽ യുവാവ് അറസ്റ്റിൽ. നെടുങ്കുന്നം മഞ്ഞുങ്ങുന്നേൽ വീട്ടിൽ അഖിൽ എം ഷാജിയാണ് അറസ്റ്റിലായത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ആലത്തൂരിലെ തോൽവി അന്വേഷിക്കാൻ KPCC നിയോഗിച്ച അന്വേഷണ സമിതിക്ക് മുമ്പാകെ രമ്യ ഹരിദാസിനെതിരെ വിമർശനം. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായിരുന്നില്ല. സ്ഥാനാർത്ഥിയെ പ്രചാരണത്തിന് ലഭിച്ചില്ലെന്നും പ്രവർത്തന കാലയളവിൽ ജില്ലാ നേതാക്കളെ പരിഗണിച്ചില്ലെന്നും വിമർശനം. മുഖ്യമന്ത്രിയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും പേരിൽ വ്യാജരേഖ ചമച്ച് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയുമായി ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തി. പ്രതിയായ ആനന്ദിന്റെ പാലക്കാട് മുളയൻകാവിലെ വീട്ടിൽ നടന്ന തെളിവെടുപ്പിൽ ലാമിനേഷൻ ഉപകരണം, പെൻഡ്രൈവ്, പ്രിന്റർ തുടങ്ങിയവയും കണ്ടെത്തി. കോട്ടയം വൈക്കത്ത് വയോധികയെ ഭീഷണിപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ചേരും ചുവട് ഇടശ്ശേരിൽ ലില്ലിക്കുട്ടിയുടെ 7 പവന്റെ മാലയും വളയുമാണ് മോഷ്ടിച്ചത്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട വയോധികയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്കൂൾ വിദ്യാർത്ഥിയോട് ബസ്സിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയെന്ന് പരാതി. സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ പെരുമ്പളിശ്ശേരി സ്വദേശി സാജനെതിരെയാണ് പരാതി. സ്കൂളിലേക്ക് പോകുന്ന വഴി ഇയാൾ ബലമായി പിടിക്കുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്തെന്ന് കുട്ടി മൊഴി നൽകി. എറണാകുളം മറൈൻ ഡ്രൈവിൽ പോലീസിന്റെ മിന്നൽ പരിശോധന നടത്തിയത് ലഹരി സംഘം നഗരത്തിൽ വ്യാപകമായതോടെ. മലപ്പുറം തിരൂരിൽ ഇൻസ്റ്റഗ്രാം തട്ടിപ്പ്. വ്യാജ അക്കൗണ്ട് വഴി വിദ്യാർത്ഥിയുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് പണം തട്ടി. യുവാവ് അറസ്റ്റിൽ. തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് താനൂർ നന്നമ്പ്ര സ്വദേശി വിഷ്ണുജിത്തിനെ. 5ലധികം ആളുകളിൽ നിന്ന് പണം പ്രതി തട്ടിയെടുത്തിട്ടുണ്ടെന്ന് പോലീസ്. പാലക്കാട് അട്ടപ്പാടി അഗളിയിൽ ബ്ലോഗറെ കെട്ടിയിട്ട് തല്ലി മർദ്ദനമേറ്റത് കോട്ടത്തറ ചന്തക്കട സ്വദേശി മുഹമ്മദ് അലി ജിന്ന എന്ന ബ്ലോഗർക്ക്. ആക്രമണം സ്ത്രീകളുടെ നഗ്ന വീഡിയോ ചിത്രീകരിച്ച് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു എന്നാരോപിച്ച് മർദ്ദിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ളവർ. യുവാവിനെതിരെ കേസെടുത്ത് അഗളി പോലീസ്. മലപ്പുറം തിരൂരിൽ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുമായി യുവാക്കൾ അറസ്റ്റിൽ. പിടിയിലായത് വെട്ടം പച്ചാട്ടിരി സ്വദേശി ശ്രീജിത്ത്, മങ്ങാട്ടിരി സ്വദേശി മുഹമ്മദ് സാദിഖ് എന്നിവർ. യുവാക്കൾ പിടിയിലായത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ. മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ ഹിൽ ഹൈവേ പദ്ധതി 2025ഓടെ പൂർത്തീകരിക്കുമെന്ന് തീരുമാനമുണ്ടായത് മന്ത്രി OR കേളുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ. പുലിക്കടവ് പാലത്തിന്റെ പ്രവൃത്തി വേഗത്തിലാക്കാനും മന്ത്രിയുടെ നിർദ്ദേശം. 76 ലക്ഷത്തിലധികം തുക ചെലവഴിച്ചു പഠനം നടത്തിയിട്ടും സംരക്ഷണവും കിട്ടാതെ കൊല്ലം ശാസ്താംകോട്ട ശുദ്ധജല തടാകം. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി പഠനം നടത്തിയത് 6 വർഷം. സംരക്ഷണമില്ലാത്ത പഠനങ്ങൾക്കായി തുക ചെലവഴിക്കാതെ കൃത്യമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്ന് കായൽ കൂട്ടായ്മ. റോഡ് നിർമ്മാണത്തിനായി ചാലുകൾ അടച്ചതോടെ ദുരിതത്തിലായി അമ്പലപ്പുഴയിലെ കർഷകർ. അടച്ചത് പുറക്കാട് ഗ്രേസിംഗ് ബ്ലോക്ക് പാടശേഖരത്തിന്റെ ചാലുകൾ അടച്ചതോടെ പ്രതിസന്ധിയിലായത് 290 ഏക്കറുള്ള പാടശേഖരത്തിലെ 11 ഏക്കർ നെൽകൃഷി മുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പാടശേഖര സമിതി. പൂക്കോട്
വെറ്ററിനറി സർവകലാശാല അക്കാദമിക് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ SFI സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. തെരഞ്ഞെടുക്കപ്പെട്ടത് PG 1-ാം വർഷ വിദ്യാർത്ഥി RC ശരത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചവർക്കുള്ള മറുപടിയാണ് SFIയുടെ തുടർച്ചയായ വിജയമെന്ന് വയനാട് ജില്ലാ കമ്മിറ്റി. പാലക്കാട് പട്ടാമ്പി പുലാമന്തോൾ പാതയിൽ കാറുകൾ കൂട്ടിയിടിച്ച അപകടം ഇന്നലെ വൈകിട്ടായിരുന്നു അപകടത്തിൽ സമീപത്തെ AI ക്യാമറയുടെ കാല് തകർന്നു. 2 കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ മാറ്റി തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചു. ദേശീയ നഴ്സിംഗ് കൗൺസിൽ തടഞ്ഞ BSc നഴ്സിംഗ് ഫലം ആരോഗ്യ സർവകലാശാല പ്രസിദ്ധീകരിച്ചു. അംഗീകാരമില്ലാത്ത കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ 1-ാം സെമസ്റ്റർ ഫലമാണ് തിടുക്കപ്പെട്ട് പ്രസിദ്ധീകരിച്ചത്. സ്മാർട്ടാകാൻ ഒരുങ്ങി കൊട്ടാരക്കര മത്സ്യ മാർക്കറ്റ്. ഹൈടെക് മാർക്കറ്റ് നിർമ്മിക്കുന്നത് 5 കോടി 7 ലക്ഷം രൂപ മുതൽ മുടക്കിൽ. പദ്ധതി നടപ്പിലാക്കുന്നത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി. നിർമ്മാണം പൂർത്തിയാക്കുന്നത് 6 മാസത്തിനുള്ളിൽ. പുതിയ മാർക്കറ്റ് നിർമ്മിക്കുന്നത് 15,000 സ്ക്വയർ ഫീറ്റിൽ. ഫ്യൂസൂരാനൊരുങ്ങി KSEBിക്കെതിരെ മധുര പ്രതികാരം ചെയ്ത് കോട്ടയം കുറിച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. പ്രതികാരം ചെയ്യുന്നത് 10 ലക്ഷം രൂപ ചെലവഴിച്ച് സോളാർ പാനലുകൾ സ്ഥാപിച്ച് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച മിച്ചം വൈദ്യുതി KSEBിക്ക് വിൽക്കാനും ആലോചന. കൊല്ലം ചിതറയിൽ SIയുടെ വീട്ടിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് കിളിമാനൂർ സ്വദേശി സുജിൻ. ഓട്ടോറിക്ഷയിലെത്തിയ 2 പേരാണ് ബൈക്ക് മോഷ്ടിച്ചതെന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സ്ഥിരം വാഹന മോഷ്ടാക്കളെന്ന് പ്രതികളെന്ന് പോലീസ്. കൊല്ലം ചടയമംഗലത്ത് 5 ലിറ്റർ ചാരായവും 60 ലിറ്റർ കോടയും പിടികൂടി. എക്സൈസ് നടത്തിയ പരിശോധനയിൽ വാറ്റുപകരണങ്ങളുമായി കമ്പങ്കോട് സ്വദേശി റെജിമോൻ പിടിയിലായി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പത്തനംതിട്ട കോന്നി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിപക്ഷാംഗങ്ങളുടെ കുത്തിയിരിപ്പ് സമരം. വിവിധ ഫണ്ടുകൾ ഭരണസമിതി അംഗങ്ങൾക്ക് മാത്രം വീതം വയ്ക്കുന്നു. പ്രതിപക്ഷാംഗങ്ങളുടെ വാർഡുകളിൽ വഴിവിളക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികൾ നിഷേധിക്കുന്നു. എല്ലാ വികസനങ്ങളിലും അഴിമതിയുണ്ടെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം. കൊച്ചിയിൽ വീണ്ടും പഴകിയ മത്സ്യം പിടികൂടി. കൊച്ചി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കഴുത്തുമുട്ടിലെ വിൽപ്പനശാലയിൽ നിന്നാണ് പഴകിയ മത്സ്യം പിടികൂടിയത്. കഴിഞ്ഞ ദിവസം പള്ളുരുത്തി വെളി മാർക്കറ്റിൽ നിന്ന് 200 കിലോയോളം പഴകിയ മത്സ്യവും പിടിച്ചെടുത്തിരുന്നു. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ്. സർക്കാരിന്റെ ഒരു ഏജൻസിയെങ്കിലും നല്ലതായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് VD സതീശൻ. മാവേലി സ്റ്റോറുകളെല്ലാം കാലി, നിറഞ്ഞിരിക്കുന്നത് ബിവറേജസ് ഔട്ട്ലെറ്റുകൾ മാത്രമെന്നും പരിഹാസം. ഹോർട്ടികോർപ്പിന്റെ അവസ്ഥ പരിതാപകരം. ഊർജ്ജ മേഖലയിൽ 40,000 കോടിയുടെ കടമാണ് സർക്കാർ സൃഷ്ടിച്ചതെന്നും VD സതീശൻ. കാപ്പ കേസ് പ്രതി ശരൺ ചന്ദ്രനെ CPM-ൽ സ്വീകരിച്ചതിൽ ആരോഗ്യമന്ത്രിയെ വിമർശിച്ച് VD സതീശൻ. മന്ത്രി മാലയിട്ടതിന്റെ തൊട്ടടുത്ത ദിവസം കഞ്ചാവ് കേസിൽ പ്രതിയായി. ക്രിമിനലുകൾക്ക് എല്ലാ സഹായവും നൽകുന്നത് സർക്കാരാണെന്നും VD സതീശൻ. ആരോഗ്യമന്ത്രിയുടെ PA-യുടെ പേരുപയോഗിച്ചുള്ള നിയമന തട്ടിപ്പിൽ മന്ത്രിയുടെ ഓഫീസിന് പങ്കില്ലെന്ന് സ്ഥിരീകരിച്ച് പോലീസിന്റെ കുറ്റപത്രം. സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് പ്രതികളായ KP ബാസിത്തും അഖിൽ സജീവും ചേർന്ന് നടത്തിയ തട്ടിപ്പെന്ന് കന്റോൺമെന്റ് പോലീസ്. ഇവരുടെ സുഹൃത്തുക്കളായ ലെനിൻ രാജ്, റയീസ് എന്നിവരുൾപ്പെടെ കേസിൽ 4 പ്രതികൾ. ഉന്നത ഉദ്യോഗ
ഉദ്യോഗസ്ഥരും യൂണിറ്റ് മേധാവികളും നയപരമായ കാര്യങ്ങളിൽ ഉത്തരവിറക്കേണ്ടെന്ന് DGP ഷേഖ് ദർവേഷ് സാഹിബ്. ഉത്തരവുകൾ പുറത്തിറക്കേണ്ടത് സർക്കാർ അനുമതിയോടെ മാത്രം. ദൈനംദിന കാര്യങ്ങളെ സംബന്ധിക്കുന്ന സർക്കുലറുകൾ മാത്രം യൂണിറ്റ് മേധാവികൾ ഇറക്കണമെന്നും DGPയുടെ നിർദ്ദേശം. പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗമായി രാജ്യാന്തര ഒളിമ്പിക് സന്ദേശവുമായി കോട്ടയം പെരുവ റോട്ടറി ക്ലബ്ബ് ഒളിമ്പിക് റൺ സംഘടിപ്പിച്ചു. പെരുവയിൽ നിന്നും തലയോലപ്പറമ്പ് വരെയാണ് റൺ സംഘടിപ്പിച്ചത്. മാലിന്യം വലിച്ചെറിയുന്നതിനെതിരായി ക്യാമ്പയിൻ. മലയാള TV ചാനലുകളെ പങ്കാളികളാക്കി കൂടെ എന്ന സർക്കാരിനോട് കോടതി. കേന്ദ്ര സർക്കാരുമായി കൂടി ആലോചിച്ച് നടപടിയെടുക്കാമെന്ന് സംസ്ഥാന സർക്കാർ. ചാനലുകൾക്ക് ലൈസൻസ് നൽകുമ്പോൾ ഇത്തരം ക്യാമ്പയിനുകളിൽ പങ്കാളികളാകുന്ന കാര്യം ഉറപ്പാക്കണമെന്നും കോടതി. സർട്ടിഫിക്കറ്റുകളിൽ മതം മാറ്റത്തിന് അനുമതി നൽകി കേരള ഹൈക്കോടതി. ഒരു വ്യക്തിയെ ഒരു മതത്തിൽ കെട്ടിയിടേണ്ട സാഹചര്യമില്ലെന്ന് ഹൈക്കോടതി. വ്യക്തികൾക്ക് ഇഷ്ടമുള്ള ഏത് മതവും സ്വീകരിക്കാനും വിശ്വസിക്കാനും സ്വാതന്ത്ര്യമുണ്ടെന്നും കോടതി നിരീക്ഷണം. കോട്ടയം CJM കോടതിയിൽ ജഡ്ജിയോട് അഭിഭാഷകരുടെ മോശം പെരുമാറ്റം. മാപ്പിൽ പ്രശ്നം അവസാനിപ്പിക്കില്ലെന്ന് കോടതി. ലീഗൽ സർവീസസ് അതോറിറ്റിയുമായി ചേർന്ന അഭിഭാഷകർ 6 മാസത്തേക്ക് സൗജന്യ സേവനം നൽകണം. സേവനത്തെക്കുറിച്ച് 6 മാസത്തിന് ശേഷം റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം. രായനിലെ സെറ്റ് നിർമ്മാണത്തിന് മാത്രം മുടക്കിയത് 30 കോടിയെന്ന് നടൻ SJ സൂര്യ. ധനുഷ് ലീഡ് റോളിലെത്തുന്ന ഗ്യാങ്സ്റ്റർ ചിത്രം രായനിൽ SJ സൂര്യ, സന്ദീപ് കിഷൻ, കാളിദാസ്, ജയറാം എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. കാന്താര 2-ന്റെ ഷൂട്ടിംഗ് അവസാനത്തോടടുക്കുന്നു. റിലീസ് അടുത്ത വർഷമെന്ന റിപ്പോർട്ട്. കഥയിൽ പുരാണ ഘടകങ്ങളും ഉൾപ്പെടുന്നു. 2024 ഒക്ടോബറിൽ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾ ആരംഭിക്കും. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ചിത്രം ബോട്ടിന്റെ ട്രെയിലർ പുറത്ത്. യോഗി ബാബുവിനെ നായകനാക്കി ചിമ്പുദേവനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. സർവൈവൽ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രം യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണെന്ന് റിപ്പോർട്ട്. ദർശന രാജേന്ദ്രൻ, റോഷൻ മാത്യു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പാരഡൈസ് OTT തിയേറ്റർ റിലീസിന് മുൻപേ ചിത്രം അന്താരാഷ്ട്ര ചലച്ചിത്ര വേദികളിലടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയിരുന്നു.
ആക്ഷൻ ചിത്രം മഴയെ പിടിക്കാതെ മനിതൻ ഓഗസ്റ്റ് 2 പ്രദർശനത്തിനെത്തും. കന്നഡ സിനിമയിലെ ശ്രദ്ധേയ താരങ്ങളായ ധനഞ്ജയുടെയും പൃഥ്വി അമ്പാറുടെയും കോളിവുഡ് അരങ്ങേറ്റം കൂടിയാണ് ഈ ചിത്രം. സൈജു കുറുപ്പിനെ നായകനാക്കി നവാഗതനായ കൃഷ്ണദാസ് മുരളി തിരക്കഥെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം ഭരതനാട്യത്തിന്റെ ഒഫീഷ്യൽ ഫെസ്റ്റിവൽ പോസ്റ്റർ പുറത്തിറക്കി. സായ് കുമാർ, കലാരഞ്ജിനി, നന്ദു പൊതുവാൾ തുടങ്ങിയവരാണ് മറ്റു പ്രധാന താരങ്ങൾ. ലക്കി ഭാസ്കറിന്റെ ടൈറ്റിൽ ട്രാക്ക് 28-ന് ദുൽഖർ സൽമാന്റെ ജന്മദിനത്തിൽ പുറത്തുവിടും. തെലുങ്കു, മലയാളം, തമിഴ്, ഹിന്ദി എന്നീ 4 ഭാഷകളിൽ ഒരുങ്ങുന്ന ചിത്രം സെപ്റ്റംബർ 7-ന് തിയേറ്ററുകളിൽ. ദുൽഖർ സൽമാനെ നായകനാക്കി വെങ്കി അത്ലൂരി ഒരുക്കുന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിൽ നായികയാകുന്നത് മീനാക്ഷി ചൗധരി. ചിത്രത്തിന് സംഗീതം പകരുന്നത് ജി.വി. പ്രകാശ് കുമാർ. ധ്യാൻ ശ്രീനിവാസനെ നായകനാക്കി വിൻഡേഷ് സംവിധാനം ചെയ്യുന്ന സൂപ്പർ സിന്ദഗിയിലെ ആദ്യ ഗാനം പുറത്ത് റിലീസ് ചെയ്തത് വെൺമേഘങ്ങൾ പോലെ എന്ന ഗാനം. മനു മഞ്ജിത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയ സൂരജ് എസ് കുറുപ്പ്, ഗാനമാലപിച്ച് ഗൗരി ലക്ഷ്മി. മുകേഷും സുപ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ പാർവതി നായർ, ശ്രീവിദ്യ മുല്ലശ്ശേരി, മാസ്റ്റർ മഹേന്ദ്രൻ, ഋതുമന്ത്ര തുടങ്ങിയവരും. അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന നരിവേട്ടയുടെ ഷൂട്ടിംഗ് കുട്ടനാട്ടിൽ ആരംഭിച്ചു. സുരാജ് വെഞ്ഞാറമൂടും തമിഴ് നടനും സംവിധായകനുമായ ചേരനും പ്രധാന കഥാപാത്രങ്ങളാകുന്ന ചിത്രത്തിൽ പ്രിയംവദ കൃഷ്ണനാണ് നായിക. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ അബിൻ ജോസഫിന്റേതാണ് തിരക്കഥ.